തിരികെ വാർത്തകളിലേക്ക് മടങ്ങിയെത്തുമ്പോൾ കോഴിക്കോട് ലോ കോളേജ് വിദ്യാർത്ഥിനി മൗസയുടെ മരണത്തിൽ പോലീസിന് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചു. മൗസയുടെ മൊബൈൽ ഫോൺ മരിക്കുന്നതിന്റെ തലേ ദിവസം ആൺ സുഹൃത്ത് എടുത്തുകൊണ്ടുപോയതായി സുഹൃത്തുക്കൾ മൊഴി നൽകി. ഒളിവിലുള്ള ആൺ സുഹൃത്തിനായി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് അന്വേഷണ സംഘം. ഇപ്പോൾ MS അനീഷ് കുമാർ കൂടുതൽ വിവരങ്ങൾ നൽകും. അനീഷ, ഈ മൗസയുടെ മരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ദുരൂഹതകൾ ഏറുകയാണല്ലോ. ഈ ആൺ സുഹൃത്തിന്റെ പങ്ക് അത് ഏത് തരത്തിലാണ് പോലീസ് അനുമാനിക്കുന്നത്? ആര്യ, കോഴിക്കോട് കോവൂർ സ്വദേശിയായ യുവാവിന് വേണ്ടിയാണ് പോലീസ് ഇപ്പോൾ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇയാളുമായി യുവതിക്ക് ചില അടുപ്പമുണ്ടായിരുന്നുവെന്നും സുഹൃത്തുക്കൾ മൊഴി നൽകിയിട്ടുണ്ട്. പലപ്പോഴും ഇയാളോടൊപ്പം പുറത്തേക്ക് പോകാറുണ്ടായിരുന്നുവെന്നും മൊഴി നൽകി. ഈ സംഭവം നടക്കുന്ന ദിവസത്തിന് തലേ ദിവസം ഇവർ താമസിക്കുന്ന സ്ഥലത്തെത്തിയിരുന്നു. ഇതിനുശേഷം അവർ തമ്മിൽ ചില വാക്കേറ്റമുണ്ടാവുകയും മൊബൈൽ ഫോൺ എടുത്തുകൊണ്ടു പോവുകയും ചെയ്തു എന്ന് പറയുന്നു. ഇതിനുശേഷം പിന്നീട് ഏറെ മൗനയായാണ് ഈ കുട്ടി എന്നത്. പിന്നീട് രാവിലെ കോളേജിലെ കലോത്സവത്തിലടക്കം പങ്കെടുത്ത് ഉച്ചയോടുകൂടി മുറിയിലേക്ക് തിരിച്ചു വന്നു. പിന്നീട് സുഹൃത്തുക്കൾ മൊബൈൽ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ആ ഫോൺ സ്വിച്ച് ഓഫ് ആയ അവസ്ഥയിലായിരുന്നു. പിന്നീടാണ് ഈ കുട്ടികൾ ഈ താമസ സ്ഥലത്തേക്ക് എത്തുകയും കതകിൽ മുട്ടി വിളിക്കുകയും ചെയ്ത്. അപ്പോൾ കതക് അകത്തു നിന്നും പൂട്ടിയ നിലയിലായിരുന്നു. പിന്നീട് സമീപത്തു നിന്നും സഹപാഠികളൊക്കെ എത്തി ഈ ചവിട്ടി തുറന്ന് അകത്ത് കിടന്നപ്പോഴേക്കും തൂങ്ങി മരിച്ച നിലയിലാണ് ഈ വിദ്യാർത്ഥിനിയെ കണ്ടെത്തുകയും ചെയ്ത്. മുറിയിൽ നടത്തിയ പരിശോധനയിൽ ഒരു കടലാസ് കഷ്ണത്തിൽ എഴുതി വെച്ച 3 ഫോൺ നമ്പറുകൾ മാത്രമാണ് ലഭിച്ചത്. ഇത് ഈ കുട്ടിയുടെ മാതാപിതാക്കളുടെയും അമ്മാവിൻ്റെയുമായിരുന്നു. മറ്റു വേറൊരു സാമഗ്രികളും മുറിയിൽ നിന്നും ലഭിച്ചില്ല. പ്രത്യേകിച്ചും മൊബൈൽ ഫോൺ അപ്പോൾ തന്നെ കാണാതായി മാറിയിരുന്നു. പിന്നീട് പോലീസ് ഈ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയെങ്കിലും സ്വിച്ച് ഓഫ് ആയ അവസ്ഥയിലാണ്. ഈ സമയത്താണ് ഈ ആൺ സുഹൃത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ സഹപാഠികൾ അല്ലെങ്കിൽ കൂടെ താമസിക്കുന്ന വിദ്യാർത്ഥികൾ പോലീസിനോട് പറഞ്ഞത്. ഇയാളുമായി കുറച്ച് നാളുകളായി അടുപ്പമുണ്ടായിരുന്നു എന്ന് ഈ വിദ്യാർത്ഥിനികൾ പറഞ്ഞു. പക്ഷേ ഈ അടുത്തിടെയാണ് ഈ ആൺസുഹൃത്ത് അയാൾ വിവാഹിതനും അയാൾക്ക് കുട്ടികളുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഈ കുട്ടി അറിഞ്ഞത്. ഇതേ തുടർന്ന് വലിയ മാനസിക സംഘർഷത്തിലായിരുന്നു എന്നും പറയുന്നു. പിന്നീടാണ് ഇരുവരും തമ്മിൽ പ്രശ്നങ്ങളുണ്ടാവുകയും മൊബൈൽ ഫോൺ അടക്കം എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. എന്തായാലും ഈ ആത്മഹത്യ അല്ലെങ്കിൽ തൂങ്ങി മരിച്ച നിലയിൽ ഈ കുട്ടിയെ കണ്ടപ്പോൾ തന്നെ ഈ വിവരങ്ങൾ ലഭിക്കുകയും പോലീസ് ഇയാൾക്ക് വേണ്ടി തെരച്ചിൽ ആരംഭിക്കുകയും ചെയ്തു. പക്ഷേ അയാളുടെ വീട്ടിലില്ല. മറ്റ് പോകാനിടമുള്ള സ്ഥലങ്ങളിലൊക്കെ പോലീസ് തെരഞ്ഞെങ്കിലും കണ്ടുകിട്ടുമില്ല. ഇയാളിപ്പോൾ ഒളിവിലാണ് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ പുരുഷ സുഹൃത്തിനെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ആൺ സുഹൃത്തിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചാൽ മാത്രമാവും ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭിക്കുക. ഇയാൾക്കെതിരെ പ്രേരണാകുറ്റം ചുമത്തുന്ന അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് പോലീസ് ആലോചിക്കുന്നുണ്ട്. തീർച്ചയായും MS അനീഷ് കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്.